ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എനിക്ക് 5,00,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അത് നിങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ടാണ്, നിങ്ങളുടെ എല്ലാം സ്നേഹവും എനിക്കറിഞ്ഞൂടാ. നിങ്ങളൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എൻ്റെ കമൻസ് വായിക്കുമ്പോൾ എനിക്കറിയാം എല്ലാവർക്കും എന്നോടുള്ള സ്നേഹം ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും തുടർന്നുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയും, അവൾക്ക് ടെൻഷൻ വരുമ്പോൾ എൻ്റെ കമൻസൊക്കെ എടുത്ത് വായിക്കുമെന്ന് പറയും. അപ്പോൾ അവൾക്ക് സന്തോഷം വരുമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇത്രയും നാൾ 7 വർഷമായിട്ടോ ഞാനിത് തുടങ്ങിയിട്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു, വല്ലപ്പോഴൊക്കെ ഇടുള്ളൂ. എങ്കിലും നന്നായിട്ട് പഴയ വീഡിയോസൊക്കെ നന്നായിട്ട് ഓടിയതാണ്. ഇപ്പോൾ പുതിയ തലമുറ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയും വ്യൂവേഴ്സ് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നെ വാച്ച് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ഒത്തിരി 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 നന്ദി, സ്നേഹവും കേട്ടോ അറിയിക്കുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ സ്കിന്ന്, അതായത് മുഖചർമ്മം പെട്ടെന്ന് വലിഞ്ഞു തൂങ്ങാതിരിക്കാനായിട്ട് നല്ലൊരു അടിപൊളി ഓയിലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അത് ഇപ്പോൾ നിങ്ങൾ ഒരു 40 വയസ്സ് കഴിഞ്ഞവർ ഉപയോഗിച്ച് തുടങ്ങിക്കൊള്ളൂ കേട്ടോ. ഞങ്ങൾക്കൊന്നും അങ്ങനെ പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരും ലക്കിയാണ്. ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇരുന്ന് പറഞ്ഞ് നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യുന്നതിനുകൊണ്ട് നിങ്ങൾക്കൊരു 80 വയസ്സായാലും യുവത്വം നിലനിർത്താൻ സാധിക്കും. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നോ, സവാള, അതായത് വലിയ ഉള്ളി എന്ന് നമ്മൾ പറയാമല്ലോ, സവാള വേണം. അര മുറി മതി കേട്ടോ, ഒരു സവാളയുടെ പകുതി മതി. പിന്നെ നമുക്ക് 50 ഗ്രാം ഇഞ്ചി വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ കറിയാമ്പു, ഓക്കെ. പിന്നെ 250 പിന്നെ ഗ്രാമല്ലല്ലോ, മില്ലി ലിറ്റർ നമ്മുടെ ഒലിവ് ഓയിൽ, ഓക്കെ. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓയിൽ ഉണ്ടാക്കുന്നത്, ഈ സവാള നന്നായിട്ട് ചെറുതായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളയണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിലേക്ക് 50 ഗ്രാം ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അത് ചേർക്കണം. പിന്നെ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ വരെ ആകാം ക്ലോവ്, അതായത് നമ്മുടെ കറിയാമ്പൂ. ഇത് നമുക്ക് ഒരു പാത്രത്തിലാക്കി, ഗ്ലാസ് ജാറാണെങ്കിൽ നല്ലതാണ്, പൊട്ടാത്ത ഗ്ലാസ് ജാറുകളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 250 മില്ലി ലിറ്റർ നമ്മുടെ പിന്നെ ഒലിവ് ഓയിൽ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഇത് നികത്തെ ഒഴിച്ച് നമുക്കൊരു 40 മിനിറ്റ് ചെറിയ ചൂടിൽ നമുക്കത് ചൂടാക്കി പതുക്കെ അത് ചൂടായി വന്ന് അതൊന്ന് ചെറുത് പൊട്ടി വരുമ്പോൾ, തിളയ്ക്കണ്ട കേട്ടോ, ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് അടുത്ത ദിവസം നമുക്കത് അരിച്ച് ഒരു ബോട്ടിലാക്കി അവിടെ വെച്ചേക്ക്. ഒരു 3 മാസം എങ്ങനെയായാലും ഇതിരിക്കും കേട്ടോ. ഇത് എടുത്ത് വെച്ചിരുന്ന് നിങ്ങളെല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നേ 2 3 തുള്ളി എടുത്ത് നിങ്ങളുടെ മുഖത്തെല്ലാം നന്നായിട്ട്, കഴുത്തിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാം, കയ്യിലും മസാജ് ചെയ്യാം. എന്നിട്ട് കുളിച്ചാൽ മതി കേട്ടോ. ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് ഞാൻ ഈ ഓരോന്നിൽ അടങ്ങിയിരിക്കുന്ന ഇതിലെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഈ എണ്ണയുടെ ഗുണം കേട്ടോ. ഇപ്പോൾ വലിയ ഉള്ളി അല്ലെങ്കിൽ വലിയ സവാളയിൽ നമ്മുടെ സ്കിന്നിന് വേണ്ട എന്തെല്ലാമാണെന്ന് അടങ്ങിയിരിക്കുന്നത്. ഇത് നാച്ചുറൽ ബ്ലീച്ചാണ്, ഓക്കെ. അതുപോലെ തന്നെ നല്ല ക്ലെൻസറാണ്, കൂടാതെ നല്ല ടോണറാണ്. അപ്പോൾ ഇത് 3 ഈ വലിയ ഉള്ളി അല്ലെങ്കിൽ സവാളയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ഗുണം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി സ്കിൻ നല്ല തിളക്കം കിട്ടുന്നതിന് നമുക്ക് സവാള എടുക്കാം, ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോലാജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും, അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടും, സ്കിന്നിന് തിളക്കം കിട്ടും, എല്ലാത്തിലുപരി ഈവൻ സ്കിന്നാകും. പിന്നെ സ്കാർഡ്സ് കേട്ടോ, പാടുകൾ, ഇങ്ങനെ മുഖക്കുരു വന്ന പാട്, അങ്ങനെയുള്ള പാടുകളുണ്ടല്ലോ, അത് മാറുന്നതിനും ഈ ഇഞ്ചി ജ്യൂസ് നല്ലതാണ്, ഓക്കെ. അപ്പോൾ ഇഞ്ചി എടുത്തത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അടുത്തതായിട്ട് ക്ലോവ്, അതായത്
കറിയാമ്പൂ. ഈ കറിയാമ്പൂവിൻ്റെ ഗുണം എന്താണെന്നോ, ഇത് പിന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഈ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന കറുത്ത പാടുകൾ ഒക്കെ പോകുന്നതിനും സൺ ഡാമേജ് പോകുന്നതിനും എല്ലാത്തിനും ഇതിലടങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടീസ് നല്ല ഒന്നാം തരം നറിഷാണ് കേട്ടോ. സ്കിന്നിന് നല്ല പോഷണം കിട്ടുന്നതിന് ഈ ക്ലോവ് നല്ലതാണ്. അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനുപരി നമ്മുടെ റിങ്കിൾസ് അതുപോലെ ഫൈൻ ലൈൻസ് എല്ലാം പോകുന്നതിന് ഈ പറഞ്ഞ എല്ലാം നല്ലതാണ്. അത് കൂടുതലായിട്ട് നമ്മൾ ഈ കറിയാമ്പൂ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഗുണം കൂടുതൽ കിട്ടും കേട്ടോ. അതിനാണ് നമ്മൾ കറിയാമ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പിന്നെ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സെൽസിൽ വരുന്ന ടിഷ്യൂസിലൊക്കെ വരുന്ന ഡാമേജുകളൊക്കെ മാറും. അപ്പം നമ്മുടെ ഏജിങ് പ്രോസസ്സ് സ്ലോ ആകും അല്ലേ. അപ്പോൾ അതോടുകൂടി ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും കോലാജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും സ്കിന്ന് ടൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും ഒലിവ് ഓയിൽ നല്ലതാണ്. ഇനി ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം കേട്ടോ, ബദാം ഓയിൽ എടുക്കാം. പക്ഷേ ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ ഈ പറഞ്ഞ ഈ എല്ലാ ഇൻഗ്രീഡിയൻസിലും നമ്മുടെ മുഖചർമ്മത്തിന് ടൈറ്റ്നസ് കിട്ടുന്നതിനും ബ്രൈറ്റ് കിട്ടുന്നതിനും എല്ലാത്തിനും ആവശ്യമായ എല്ലാ വിധത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. കാരണം എന്താണെന്ന്, ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. ഒരു 2-3 മാസം എങ്ങനെയായാലും നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഇത് നമുക്ക് സ്കാൾപ്പിലും അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കാൾപ്പിലെ ചൊറിച്ചിൽ പോകുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും അതുപോലെ പിന്നെ ചിലവരെ സംബന്ധിച്ച് ഇങ്ങനെ പൊടി പോലെയുള്ള താരനൊക്കെ പോയി ഇതിലെല്ലാം പോകുന്നതിന് നമുക്ക് സ്കാൾപ്പിലും ഇത് 2-3 തുള്ളി അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പിന്നെ എണ്ണ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കണം, ഉപയോഗിക്കും വേണം കേട്ടോ. അപ്പോൾ 40 വയസ്സുള്ളവർ തുടങ്ങിക്കോളൂ, നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങാം. ഇനി 50-60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിൽ വന്നിരിക്കുന്ന ആ ചുളിവുകൾക്കും പിന്നെ ബ്ലാക്ക് സ്പോട്ടിനും സ്കാർട്സിനും ഒക്കെ നല്ല വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടമായല്ലോ. എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, അമ്മമാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം. ഇതിപ്പം നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടല്ലേ, സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, കറിയാമ്പുണ്ട്, ഒലിവ് ഓയിലുണ്ട്, എല്ലാം നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ റെമഡീസാണ്. എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു ഓയിൽ ഉണ്ടാക്കി വെച്ചിരുന്നാൽ വളരെ യൂസ്ഫുള്ളാണ്. അപ്പം എന്നെ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നും കൂടെ പറയണം, പഴയ വീഡിയോസൊക്കെ ഇട്ടൊന്ന് കാണണേ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.